കൊമേഴ്സിൽ +2 കഴിഞ്ഞ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ കേട്ടുള്ള പേരായിരിക്കും ഡൽഹിയിലുള്ള SRCC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മക്കളെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് CUT. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പുതിയൊരു കാര്യം അവതരിപ്പിക്കാനാണ്. എല്ലാവരും കേട്ടിട്ടുള്ള വളരെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് SRCC എന്നുണ്ടാവും, അഥവാ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. എല്ലാവരും കേട്ടിട്ടുള്ള ഈ കോളേജിൻ്റെ പ്രത്യേകത എന്താ? സംഭവം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് 1926 തുടങ്ങി വെച്ചിട്ടുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഏകദേശം ഒരു 99 വർഷം അല്ലേ. അടുത്ത വർഷം വരുമ്പോൾ അവർ 100ാമത്തെ വർഷത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ 100 വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് SRCC എന്ന് പറഞ്ഞത്. ഈ കോളേജിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിക്കോളും, ഈ പറഞ്ഞിരിക്കുന്ന SRCC പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റുകൾ കിട്ടാറുണ്ട്. ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ ഇൻറ്റേൺഷിപ്പ്, നല്ല ഓപ്ഷൻസ് കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥാപകനും കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഏകദേശം 100 വർഷം പഴക്കമുള്ള ഈ കോളേജിൽ പഠിക്കുന്നതുകൊണ്ട്, കൊമേഴ്സിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ മാർക്ക് കൊണ്ട് എന്ത് മെച്ചാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം പോകും. ഈ പറഞ്ഞ CUT എക്സാം വഴി കൊമേഴ്സിലേക്ക് നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും നോക്കാം. നമുക്ക് നോക്കിക്കോളാം മക്കളെ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ട് നിങ്ങൾ SRCC എടുക്കുന്നുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാന വർഷമാകുന്ന സമയത്തേക്ക് നിങ്ങൾ അവിടെ കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു പക്ഷേ BCom അല്ലെങ്കിൽ BA എക്കണോമിക്സോ എന്ത് വേണമെങ്കിലും ആവാം. ഈ സംഭവം ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. 3 മുതൽ 6 മാസം വരെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വർക്ക് എക്സ്പീരിയൻസ് അവിടുന്ന് കിട്ടും. അതുമാത്രമല്ല, ഈ SRCC കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ കുട്ടികൾ മാത്രം പഠിക്കുന്നതാണോ? അല്ല. ഇന്ത്യയിലെ മാത്രമാണോ? അല്ല. ഈ പറഞ്ഞ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ എക്സ്പോഷർ നിങ്ങൾക്ക് വളരെയധികം ഷുവറായിട്ട് അവിടെ കിട്ടും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത്, ഏറ്റവും മികച്ച ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസ് കൂടിയാണ് SRCC എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച അക്കാഡമിക് എക്സലൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഓർഗനൈസേഷൻ അവിടെ ഉണ്ട്. അങ്ങനെ കോമ്പറ്റീഷൻസ് പോലും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറഞ്ഞ് SRCC പഠിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റുകൾ ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ കുറച്ച് കാര്യം സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കിക്കോളും. ഒന്നാമത്തെ, നമ്മുടെ നാഷണൽ ലെവലിലുള്ള റാങ്കിങ്ങിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. NIRF ആണ് അത് കൊടുക്കാറുള്ളത് അല്ലേ. അതിൽ തന്നെ മക്കളെ 19ാമത്തെ റാങ്ക്, നമ്മുടെ കേരളത്തിലുള്ള ഏറ്റവും ടോപ്പ് റാങ്ക് എത്രയാണ്? 38ആണ്. കേരളത്തിലുള്ള ഏറ്റവും ടോപ്പ് റാങ്ക് 38ആണ് 2024 പുറത്തു നിന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നേർപകുതി അഥവാ 19ാമത്തെ റാങ്കാണ് കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ ഒരു കോളേജിന് കിട്ടിയില്ലേ. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോളേജിൻ്റെ റാങ്കാണ് 19ാമത്തെ റാങ്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാമല്ലോ എത്രത്തോളം വലിയ ലെവലുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം, NAC ഈ പറഞ്ഞ അക്രഡിറ്റേഷൻ്റെ കാര്യത്തിൽ 3.75 മാർക്ക് കിട്ടിക്കൊണ്ട് മക്കളെ A++, ഓക്കെ, NACൻ്റെ ഗ്രേഡിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഗ്രേഡാണ് A++ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലെവലിലുള്ള കോളേജുകൾക്ക് കിട്ടാറുള്ളൂ. ആ ഗ്രേഡ് കിട്ടിയിട്ടുള്ള കോളേജാണ് SRCC എന്ന് പറഞ്ഞത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, BComന് ഏറ്റവും മികച്ചൊരു കോളേജായിട്ട് ഇന്ത്യയിൽ തന്നെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ് SRCC. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബെസ്റ്റ് BCom കോളേജ്, ഓക്കെ, അല്ലെങ്കിൽ ബെസ്റ്റ് കോളേജ് ഇൻ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ റാങ്കിങ്ങിൽ വന്നിട്ടുള്ള കോളേജ് ഏതാണ്? SRCC ആണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, SRCC നിങ്ങൾ CUT എഴുതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്ഷൻ 2 ഓപ്ഷനാണ്. ഒന്ന് BA എക്കണോമിക്സ് പഠിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, BCom പഠിക്കാം. ഇത് രണ്ടും പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ച് കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. നിങ്ങൾ എടുക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. BA എക്കണോമിക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഹോണേഴ്സ് ഡിഗ്രി ആയിരിക്കും. 4 വർഷത്തെ FIUGP ആണെങ്കിൽ പോലും ഹോണേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ നമ്മുടെ CUTയുടെ ലിസ്റ്റ് ചെയ്യേണ്ടല്ലേ, ഒരുപാട് ലാംഗ്വേജസ് വരുന്നില്ല, 13 ലാംഗ്വേജസ് അവിടെ വരുന്നുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് നിങ്ങൾ എക്സാമിന് ചൂസ് ചെയ്യേണ്ട കാര്യം. മറ്റൊരു കാര്യം, നിങ്ങൾ +2 എന്ത് ചെയ്യണം, മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സോ പഠിക്കണം. ചേടാ പെട്ടുപോയല്ലോ, കഴിഞ്ഞിട്ടില്ല. നോക്കിക്കോളും, ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ബിയിൽ നിന്നും ഏതെങ്കിലും 2 സബ്ജക്റ്റ്, നിങ്ങൾക്കറിയാം ഡൊമൈൻസ് എടുക്കാനുള്ളതാണ്, അവിടെ നിങ്ങൾക്ക് 2 സബ്ജക്റ്റും കൂടി എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ BA എക്കണോമിക്സ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഭൂരിഭാഗം പേരും ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്യണമല്ലോ, മാത്സ് പഠിച്ചവരായിക്കണമെന്നില്ല. വിട്ടേക്ക്, കുഴപ്പമില്ല. അടുത്ത ഓപ്ഷൻ നോക്കിക്കോളൂ. BCom എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുള്ള മക്കളെ ഇതുപോലെ തന്നെ 2 ചോയ്സാണ് നിങ്ങൾക്കുള്ളത്. ഫസ്റ്റ് 2 കോമ്പിനേഷൻ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ലിസ്റ്റ് ചെയ്യൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചിരിക്കണം. ഓക്കെ, നമുക്കറിയാം ഏതാണ് ഈ 13 ലാംഗ്വേജ് നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിരണം, അതേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ അപ്ലൈഡ് മാത്തമാറ്റിക്സോ പഠിച്ചിരിക്കണം. എക്കണോമിക്സിൽ പറഞ്ഞ അതേ മാനദണ്ഡം ഇവിടെയും പറയുന്നത് ലിസ്റ്റ് ബിയിലുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാൻ മനസ്സിലാവും, കോമ്പിനേഷൻ 2 മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ലിസ്റ്റ് ചെയ്യൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കണം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, +2 കൊമേഴ്സ് പഠിച്ച എല്ലാവരും പഠിച്ചിട്ടുള്ള പേപ്പറായിരിക്കും അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്കും കൂടുതൽ എന്ത് ചെയ്യാം, ഈ അവസരം നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ. അപ്പോൾ കേരളത്തിലെ കൂടുതൽ കുട്ടികൾക്ക് കിട്ടുന്ന ഓപ്ഷൻ എന്തായിരിക്കും, ഈ കോമ്പിനേഷൻ 2 വഴിയായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ഇനി നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന വലിയൊരു അവസരം അല്ലേ. ഇനി ഞാൻ പറഞ്ഞു കോളേജിൻ്റെ മഹിമയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, CUTയിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് ഈ കോളേജ് എടുക്കണം, അതിന് കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ, ഒരുപാട് കൾച്ചറൽ സൊസൈറ്റികൾ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അക്കാഡമിക് സൊസൈറ്റികൾ വർക്ക് ചെയ്യുന്ന, അതും അല്ലെങ്കിൽ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഒരു ബിസിനസ് മാൻ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ എല്ലാ ഓപ്ഷനും തരാൻ പറ്റുന്ന നല്ലൊരു കോളേജാണ് SRCC എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലബ്ബുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ
നമ്മുടെ കൺസൾട്ടിങ് ക്ലബ്ബ് ഉണ്ട്, അതുപോലെ ഫിനാൻസ് ക്ലബ്ബ്, മാർക്കറ്റിംഗ് ക്ലബ്ബ്, ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഈ 5 ക്ലബ്ബുകൾ വളരെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കോളേജാണ് ഇത് നമ്മുടെ SRCC എന്ന് പറഞ്ഞത്. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു അവസരം കൂടി ഞാൻ പറഞ്ഞുതരാം, പ്ലേസ്മെൻറ്റ്. അല്ലേ, നമ്മൾ കണ്ടാവും ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. ഈ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് മാത്രം നോക്കിക്കോളൂ. 2023-24 ഏറ്റവും റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള അവിടെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് മാത്രം പറയുന്നത് നോക്കിക്കോളൂ. 500-ലധികം പ്ലേസ്മെൻറ്റ് ഓഫറുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ SRCC എന്ന് പറഞ്ഞ കോളേജിൽ മാത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ആ കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് ശരാശരി കിട്ടിയത് കേട്ടോ, അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് അവിടെ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് കൊടുത്തിട്ടുള്ള പാക്കേജ് എത്രയാണ്? 35 lakh per annum ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് 35 lakh per annum എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം വലിയൊരു എമൗണ്ട് അവിടെ വരുന്നത് അല്ലേ. അതായത് ഒരു 3 lakh per month കിട്ടുന്ന രീതിയിലുള്ള പ്ലേസ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതൊരു ആവറേജ് കിട്ടിയ ഒരാൾക്കല്ലേ, അതല്ലെങ്കിൽ സാർ ഏറ്റവും ഹയസ്റ്റ് എന്ന ഒരാൾക്കല്ലേ. അപ്പോൾ ആവറേജ് എത്ര വരുമെന്ന് വെച്ചാൽ മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ. ശരാശരി ഒരു കുട്ടിക്ക് എത്ര കിട്ടും ആവറേജ് ആയിട്ട് പാക്കേജ്? 8.63 lakh per annum എന്ന് വെച്ചാൽ പോലും എത്ര വരും? കേരളത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു കേരളത്തിലെ ഹയർ സെക്കൻഡറി അല്ല ഹൈസ്കൂൾ അല്ല ഏറ്റവും കുറേ സർവീസൊക്കെ ഉള്ള ടീച്ചർക്ക് കിട്ടുന്ന സാലറിയാണ് 70,000 രൂപ അല്ലേ. അതാണ് നിങ്ങളുടെ 21 അല്ലെങ്കിൽ 22ാമത്തെ വയസ്സിൽ നിങ്ങൾ ഈ പറഞ്ഞ കോളേജിൽ നിന്നും പാസ് ഔട്ട് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ശരാശരി കിട്ടാൻ പോകുന്ന ഒരു മന്ത്ലി സാലറി എന്ന് പറഞ്ഞാൽ 70,000 രൂപ സംതിങ് ആണ്. അതാണ് ശരാശരി എവിടെ കിട്ടിയിട്ടുള്ളത്? ഈ പറഞ്ഞ SRCC പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് അവിടെ എന്ത് ചെയ്തില്ല? പ്ലേസ്മെന്റ് വഴി കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ നോക്കി എത്രത്തോളം വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്നതെന്നില്ലായിരിക്കും. ഇനി അതേസമയം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 115ഓളം ഇന്റേൺഷിപ്പ് ഓഫേഴ്സ് എന്ന് പറയുന്നുണ്ട് മക്കളെ. നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇന്റേൺഷിപ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് വളരെ കുറവായിരിക്കും അല്ലേ. പക്ഷേ SRCC അവിടെ ഉള്ള വ്യത്യാസമായിട്ടുള്ള കാര്യം നോക്കുള്ളൂ. ആവറേജ് സ്റ്റൈപ്പൻഡ് അവിടെ കിട്ടില്ല 79,000 പെർ മന്ത് ആണ്. ഓക്കെ, അതാണ് 79.4 KPM എന്ന് കൊടുത്തില്ലേ. ഈ പറയുന്ന പെർ മന്ത് അവിടെ കിട്ടണമെങ്കിൽ, അതായത് നമുക്കറിയാം നമ്മുടെ ഇന്റേൺഷിപ്പ് സാധാരണ എത്ര 3 മുതൽ 6 മാസം വരെയാണ് സാധാരണ ഒരു ഇന്റേൺഷിപ്പ് കൊമേഴ്സിലുള്ള ഒരാൾക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്ന എമൗണ്ട് ഇത്രയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് എത്ര കിട്ടുന്നത് നോക്കി 3.67 lakh per month കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു 3 മാസത്തെ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ മുകളിൽ 3 മാസം കൊണ്ട് സമ്പാദിക്കാൻ ആരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടാവും? അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തൊരു കുട്ടിക്ക് സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും വലിയ ഓപ്ഷൻസ് ഇവിടെ വരാനുള്ള കാരണം എന്താ? ഒരു കാരണമില്ല, വളരെ സിമ്പിളായിട്ട്. കാരണം ഈ പറഞ്ഞ ലിസ്റ്റിൽ നോക്കി, ഇവിടെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ലിസ്റ്റിൽ 3 കമ്പനികളെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നു. 3 എണ്ണം. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിക്കോളൂ മക്കളെ. നിങ്ങൾക്കറിയാം 3 കമ്പനികളെയും നിങ്ങൾക്ക് പരിചയമുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കമ്പനികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് ഏറ്റവും വലിയ ഓഫറുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, SRCC എന്ന് പറഞ്ഞൊരു കോളേജ് നിങ്ങളുടെ മുമ്പിലായിട്ട് അവസരം കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? CUT എക്സാമിന് കൊണ്ടുവന്നിട്ടുണ്ട്. 2025 CUT എന്ന് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു അവസരമായിട്ട് കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങൾക്ക് മുമ്പുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, CUTക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മക്കളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുള്ളൂ? പ്രിപ്പയർ ചെയ്തോളൂ. അതിനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞു, എഡ്യൂബോർഡ് എന്ന് പറയും. എഡ്യൂബോർഡ് എന്ന് എടുത്ത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ലിസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ സ്ക്രീനിലെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഇത് വായിച്ച് നോക്കാം. അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കും. ഇനി മക്കളെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, CUTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മക്കളെ, നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ എഡ്യൂബോർഡിൻ്റെ CUT ടീം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അഗ്നി എന്ന് പറഞ്ഞ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സയൻസ് പഠിച്ച ആളാവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഏത് ബാച്ച് പഠിച്ചൊരാൾക്കും ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയുള്ള അഗ്നി ബാച്ച് അവിടെ തുടങ്ങുന്നുണ്ട്. നമ്മുടെ CUT UGക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് എഡ്യൂബോർഡിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മക്കളെ നിങ്ങൾ ആ ഒരൊറ്റ കാര്യം ചെയ്യുന്നുള്ളൂ, എഡ്യൂബോർഡ് CUT എന്ന് പറഞ്ഞ ചാനലിൽ മാത്രം ഫോളോ അപ്പ് ചെയ്യുക. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറെ ഒന്നുമില്ല. 1000 സ്റ്റുഡൻസ് ഏറ്റവും അഡ്മിഷൻ എടുക്കുന്ന ആദ്യത്തെ 1000 സ്റ്റുഡൻസിന് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഏർലി ബേർഡ് ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുവാണെങ്കിൽക്കോട്ടെ നിങ്ങൾ ആ ഓഫറിന് കാത്തിരിക്കേണ്ട ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഈ പറയുന്ന ഇത്രയും നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ SRCC കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് പിന്നെ സമയം കളയണം? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ പറയുന്ന നാട്ടിൽ പഠിച്ചുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഡിഗ്രി പാസ് ഔട്ടായി പുറത്ത് വരുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് മക്കളെ പുറത്ത് നല്ലൊരു യൂണിവേഴ്സിറ്റി പോകുന്നതിന് പകരം ഏറ്റവും മികച്ചൊരു കോളേജിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിലുള്ള SRCC പഠിച്ച് നിങ്ങൾ പുറത്തിറങ്ങണേ, നല്ലൊരു പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി നല്ലൊരു കമ്പനിയിൽ വലിയൊരു ജോലിയും കിട്ടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ രണ്ടാമതിരുന്ന് ആലോചിക്കേണ്ട കാര്യം? മക്കളെ വേറെ ഒന്നും ആലോചിക്കേണ്ട, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ, നല്ലൊരു മാർക്ക് അടിക്കാൻ വരട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോർഡ് CUT. ബൈ.